ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമം മഹാപുരോഹിതനെ പറ്റിയാണ് പറയുന്നത്. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ അദ്ദേഹം പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ നിയമിക്കപ്പെട്ടവനാണ്. 2, അയാൾ ബലഹീനനാകിയാൽ സ്വയം താഴ്ത്തുവാനും പാപികളോട് സഹതപിക്കുവാനും കഴിവുള്ളവനാണ്. 3, താൻ ബലഹീനനാകിയാൽ തനിക്ക് വേണ്ടിയും തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ബലിയർപ്പിക്കുവാൻ ബാധ്യസ്ഥനാണ്. 4, അഹ്റോനെ ദൈവം വിളിച്ചതുപോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനല്ലാതെ ബഹുമാനം ആർക്കും സ്വയം സ്വീകരിക്കുവാൻ സാധിക്കുന്നതല്ലായിരുന്നു. ഇങ്ങനെ പഴയ നിയമത്തിലെ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠത പറഞ്ഞതിന് ശേഷം പിതാവായ ദൈവം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തിയ സുപ്രധാന കാര്യമാണ് 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതായത് യേശുക്രിസ്തു ഇതിൽ നിന്ന് വ്യത്യസ്തമായി യേശു എന്ന മഹാപുരോഹിതൻ മൽക്കീസേദെക്കിന്റെ ക്രമമനുസരിച്ച് വിളിക്കപ്പെട്ടവനായ അല്ലെങ്കിൽ അയക്കപ്പെട്ടവനായ മഹാപുരോഹിതനാണ്. ഈ മൽക്കീസേദെക്കിനെ നമ്മൾ ആദ്യം കാണുന്ന ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം, അബ്രാഹാമും ലോത്തും തമ്മിൽ വസ്തുവൊക്കെ ഭാഗിച്ച് ലോത്ത് ഏറ്റവും പച്ചപ്പുള്ളതായ സോദോമും ഗോമോറായൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അങ്ങനെ സമൃദ്ധമായി ജീവിക്കുമ്പോൾ വിജാതീയ രാജാക്കന്മാർ വന്ന് ലോത്തിനെ ആക്രമിച്ച് അവൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി ലോത്തിനെ കൊല്ലുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ എങ്ങനെയോ അബ്രാഹാം അറിഞ്ഞിട്ട് അബ്രാഹാം 318 പടയാളികളുമായി ചെന്ന് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ലോത്തിനെ വീണ്ടെടുത്തുകൊണ്ട് വരികയാണ്. അവരുടെ ആ സ്വത്ത്, ആ രാജാക്കന്മാരുടെ സ്വത്തും എല്ലാമായി അബ്രാഹാം മടങ്ങിപ്പോരുകയാണ്. തൻ്റെ സഹോദരപുത്രൻ ഒരിക്കൽ തൻ്റെ സമ്പത്തുകളൊക്കെ ചോദിച്ചു വാങ്ങിയവനാണെങ്കിൽ പോലും അബ്രാഹാമിന് ലോത്തിനോടുള്ള സ്നേഹം ഇവിടെ വളരെ വ്യക്തമാണ്. അങ്ങനെ അബ്രാഹാം ലോത്തിനെ രക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സോതോമിലെ സാലേമിലെ യെറുസലേമിൻ്റെ രാജാവും അതിനർത്ഥം യെറുസലേമിൻ്റെ രാജാവ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ പുരോഹിതൻ യുദ്ധം കഴിഞ്ഞുവെന്ന് അബ്രാഹാമിനെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ കാണുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ആ മൽക്കീസേദെക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അതായത് പുതിയ നിയമത്തിൽ വന്ന മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴൽ അഥവാ സാദൃശ്യമാണ് പഴയ നിയമത്തിൽ ഈ മൽക്കീസേദെക്ക് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സാദൃശ്യമായി ഇവിടെ മൽക്കീസേദെക്കിനെ ഇവിടെ കാണാൻ പറ്റും. മൽക്കീസേദെക്ക് അബ്രാഹാമിനെ അനുഗ്രഹിച്ചത് അപ്പവും വീഞ്ഞും സമർപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവും മർക്കോസിൻ്റെ മാളികയിൽ ആദ്യ വിശുദ്ധ കുർബാന അർപ്പിച്ചത് അപ്പവും വീഞ്ഞും സമർപ്പിച്ചുകൊണ്ടാണ്. ആ ശലേമിൻ്റെ രാജാവ് മൽക്കീസേദെക്ക് സമാധാനത്തിൻ്റെ രാജാവെന്നും നീതിയുടെ രാജാവെന്നുമൊക്കെയാണ് ആ വാക്കിനർത്ഥം.
ഈ മൽക്കീസേദെക്കിനെ കുറിച്ച് പിന്നെ സങ്കീർത്തനം 110:4 ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 7:4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. യേശുക്രിസ്തു മനുഷ്യനിൽ നിന്ന് ജനിച്ചവനല്ല, ദൈവത്താൽ അയക്കപ്പെട്ടവനായ മഹാപുരോഹിതനാണ്. പഴയ നിയമ പുരോഹിതനല്ല, അതിൻ്റെ എല്ലാം പൂർത്തീകരണമായി പുതിയ നിയമത്തിൽ യേശു പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മഹാപുരോഹിതനാണെന്നുള്ള ആ വലിയ സത്യം എബ്രായ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമുക്കിവിടെ കാണിച്ചു തരുന്നു. ഇനി 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കുവാനും പഠിപ്പിക്കുവാനുമുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മുഴുവൻ സ്വീകരിക്കാനുള്ള പ്രാപ്തി ഇപ്പോഴില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ആവശ്യം പാലാണ്, കട്ടിയുള്ള ഭക്ഷണമല്ല. പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ കഴിവില്ലാത്തവനാണ്. എന്തെന്നാൽ അവൻ ശിശുവാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രായമാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഞങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ വിശ്വസിച്ച് കേട്ട് അതനുസരിച്ച് ജീവിച്ച് നിങ്ങൾ കുറേ കൂടെ പ്രാപ്തരാകുമ്പോൾ അതനുസരിച്ച് വീണ്ടും ഉള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാവുന്നതാണ്. നമ്മളും പല കാര്യങ്ങളിലും അറിയാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മൾ ശിശുക്കൾക്ക് തുല്യരാണ്. ദൈവവചനത്തിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ വേണ്ടതായ വിധത്തിൽ ഗ്രഹിക്കുവാനോ അത് വിവേചിക്കുവാനുള്ള കഴിവ് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല. നമ്മൾ ശിശുക്കളായി തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ശിശു എന്നും ശിശുവായിരിക്കുവാനുള്ളവനല്ല, അവൻ വളരുവാനുള്ളവനാണ്. ആ ഒരു ബോധ്യത്തോടെ ദൈവവചനം വായിക്കുവാൻ നമുക്കിടയായിത്തീരണം. നമ്മളെപ്പോഴും വേദപുസ്തകം വായിക്കാൻ പറയുമ്പോൾ വേദപുസ്തകം തുറന്ന് സങ്കീർത്തനത്തിലെ ഏറ്റവും ചെറിയ ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച്, അല്ലെങ്കിൽ ചെറിയ ഒരു ചാപ്റ്റർ വായിച്ച് നമ്മൾ സമാപിപ്പിക്കും. അതിനപ്പുറം വായിക്കുവാനോ അറിയുവാനോ ഗ്രഹിക്കുവാനോ ഉള്ള ആഗ്രഹം നമുക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ശിശുക്കളായി എന്നും ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വളരുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം. ദൈവവചനത്തിലും ദൈവികമായ വിശ്വാസത്തിലും ആ വളർച്ചയാണ് നമ്മളെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് ഇനിയും 6 മുതലുള്ളതായ ഭാഗങ്ങളിൽ അനുതാപത്തെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും അങ്ങനെ മാമോദിസ പല കാര്യങ്ങളിൽ ഇനിയും മുന്നോട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം വന്ന് അപ്പവീഞ്ഞുകളാൽ നമ്മളെ വിശുദ്ധ കുർബാനയാൽ അനുഗ്രഹിച്ച ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. അതനുസരിച്ച് വേദപുസ്തകം വായിച്ച് ഓരോ ദിവസവും അതിൽ വളരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.